ഡെന്നിസ് ജോസഫിന്റെ കരിയറിലെ ഏറ്റവും അണ്ടർറേറ്റഡ് സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായ അഥർവമായിരുന്നു. ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ഈ സിനിമ ഇന്ന് ഭ്രമയുഗമൊക്കെ സ്വീകരിക്കപ്പെട്ടതുപോലെ സ്വീകരിക്കപ്പെടേണ്ടിയിരുന്ന മറ്റൊരു മമ്മൂട്ടി ചിത്രമായിരുന്നു. എന്നാൽ അഥർവം സാമ്പത്തികമായി ഒരു പരാജയ ചിത്രമായി. ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച ഈ സിനിമയിൽ അനന്തപത്മനാഭൻ എന്ന മന്ത്രവാദിയായി എത്തിയത് മമ്മൂക്കയായിരുന്നു. ബ്രാഹ്മണനായ അച്ഛന് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയില് ജനിച്ച മകനായിരുന്നു അനന്തപത്മനാഭന്. ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും ഉപയോഗിച്ച് അയാൾ തന്റെ പ്രതികാരം വീട്ടാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. മമ്മൂക്കയ്ക്ക് പുറമെ തിലകൻ, ഗണേഷ് കുമാർ, പാർവതി, ജയഭാരതി, സിൽക്ക് സ്മിത തുടങ്ങിയവരും സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിൽക്ക് സ്മിതയുടെ അന്നത്തെ ഇമേജ് സിനിമയുടെ പരാജയ കാരണങ്ങളിൽ ഒന്നായി സംവിധായകൻ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫാമിലി ഓഡിയൻസ് സിനിമയിൽ നിന്ന് അകലാൻ ഇതൊരു കാരണമായി കരുതപ്പെടുന്നു. അതെന്തുതന്നെയായാലും സിനിമയിൽ സിൽക്ക് സ്മിത വരുന്ന പുഴയോരത്ത് എന്ന് തുടങ്ങുന്ന പാട്ടൊക്കെ വലിയ ഹിറ്റായിരുന്നു. ഭ്രമയുഗം പോലെ മറ്റൊരു മമ്മൂട്ടി ചിത്രം തിരഞ്ഞു നടക്കുന്നവർക്ക് തീർച്ചയായും കാണാവുന്ന സിനിമയാണ് അഥർവം.